പ്രിയരെ, എൻ്റെ ഓർമ്മയിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ ജില്ലാ കളക്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന് ബസ് കയറിയിട്ട് ഒരു ഉച്ച സമയമായിരുന്നു. ബസ് കയറിയിട്ട് ശക്തനിലേക്ക് ആണ് എൻ്റെ വരവ്. അങ്ങനെ വരുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നുമില്ല. ആ ബസ് അങ്ങനെ പടിഞ്ഞാറ് കോട്ട കഴിഞ്ഞ് കോട്ടപ്പുറത്തേക്ക് കയറുന്ന സമയത്ത് കണ്ടക്ടർ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ഫോൺ എടുത്തു. എൻ്റെ അടുത്ത് തന്നെ ആളിരുന്നിരുന്ന ആൾ വളരെ പെട്ടെന്നൊരു മൂഡ് ഓഫ് ആയിട്ട് വന്ന് എൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭാവം മാറണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എന്താ പറ്റിയത്? ഫോൺ വന്നപ്പോൾ താങ്കൾക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടായത്? അദ്ദേഹം പറഞ്ഞു, ആ ഡ്രൈവറുടെ അപ്പൻ മരിച്ചു, 10 മിനിറ്റായി ഫോൺ ചെയ്തതാണെന്ന് പറഞ്ഞു. ആ കണ്ടക്ടർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണമല്ലോ, ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ ഡ്രൈവറെ ഇങ്ങനെ നോക്കി, ഒന്നും അറിയാതെ ആ ഡ്രൈവർ വണ്ടി നിയന്ത്രിച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് വീട്ടിൽ മരണപ്പെട്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു സങ്കടം അത് പറഞ്ഞാൽ എനിക്കും കണ്ടക്ടറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് ആ സമയത്ത് പറയാൻ സാധിക്കില്ല. കാരണം തിരക്ക് പിടിച്ചൊരു വഴിയാണ് തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറുന്ന ഭാഗം. ആൾക്കാർ കുറവുണ്ടെങ്കിലും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ, ഞാനപ്പോൾ അയാൾ തന്നെ ശ്രദ്ധിച്ചു. അയാൾ എന്തൊക്കെയോ ചിലപ്പോൾ പപ്പനെ കുറിച്ച് ഓർത്തിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ശക്തനിൽ വന്ന് വണ്ടി സൈഡാക്കി നിർത്തിയപ്പോൾ കണ്ടക്ടർ ആളെടുത്ത് പറഞ്ഞു, നിൻ്റെ അപ്പം മരിച്ചു, 10 മിനിറ്റായിട്ട് വിളിച്ചിട്ട്. അങ്ങനെ ഞാൻ ബാക്കിൽ കൂടെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ആ സ്റ്റിയറിങ്ങിൽ തലയും താഴ്ത്തി വെച്ച് പൊട്ടി പൊട്ടി കരയുക. ആ കരച്ചിൽ സഹിക്കാത്തൊരു കരച്ചിലായിരുന്നു. കാരണം ഇന്നവൻ്റെ അപ്പല്ല എന്നുള്ള സത്യം അവൻ്റെ തൊഴിൽ ചെയ്യുന്ന ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് ആ സ്റ്റിയറിങ് തലയും വെച്ച് അവൻ കരയാണ്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ യാത്രയാക്കിയ അപ്പൻ ഇന്ന് മരണത്തിൽ വീട്ടിൽ അവനെ കാത്തിരിക്കുക. ആ ഒരു സങ്കടം എത്രമാത്രം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹൃദയസ്പർശിയായ ഒരു സംഭവമായിട്ട് എനിക്കത് തോന്നി. ആ നിലവിളി, അവൻ്റെ ആ കരച്ചിൽ, ഏങ്ങിയുള്ള കരച്ചിൽ. സ്വന്തം പിതാവ് എന്നിൽ നിന്ന് വിട്ടുപോയി, ഇനി ആ പിതാവിനെ ഞാൻ ജീവനോടുകൂടിയല്ല കാണുന്ന എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ നിലവിളി ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുക.